അപ്പോൾ നേരത്തെ കാസർഗോഡ് ജില്ലയിൽ അതിർത്തി പരിശോധന കർശനമെങ്കിലും ദേശീയപാത വന്നതോടെ വാഹന പരിശോധനയിൽ പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ജനാർദ്ദനൻ പറയുന്നത്. പരിശോധന ശക്തമാകുമ്പോൾ കുറ്റവാളികൾ പുതിയ മാർഗം തേടുകയാണെന്നും പി ജനാർദ്ദനൻ പറയുകയാണ്. കുറഞ്ഞു വന്നിട്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പരിശോധന എത്ര ശക്തമാക്കുന്നോ അതിനനുസരിച്ച് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർ പുതിയ പുതിയ മാർഗങ്ങൾ, നമ്മളെ കൂടി ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് കോടികളുടെ ടേൺ ഓവറുള്ള വൻ ബിസിനസ് ആണല്ലോ, അധമ ബിസിനസ് ആണെങ്കിലും വൻ ബിസിനസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പോലീസ് ഒരു തടയിടുമ്പോൾ ആ തടയെ മറികടക്കാൻ വേണ്ടി അടുത്ത പണി നോക്കും. ഇത്രയും വലിയ സന്നാഹങ്ങൾക്കെതിരെയാണ് ഇത്രയും സന്നാഹ കുറവോടുകൂടെ ഈ എക്സൈസുകാരും പോലീസുകാരും ഒക്കെ അത് തടയാൻ ശ്രമിക്കുന്നത്. അതതിന്റെ ഒരു പ്രശ്നമാണ്, ഒരു വിടവുണ്ട് അവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.